ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഓരോ മണിക്കൂറുകളിലും ആവേശകരമായ അടുത്ത എമ്പുരാൻ അപ്ഡേറ്റുകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ വലിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിപ്പോഴത്തെ വെറും ആദ്യ വീക്കെൻഡ് മാത്രം 4 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ 170-175 കോടി റേഞ്ചിലാണ് സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിലെ അതിവേഗത്തിൽ ടോപ്പ് 10 ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് എമ്പുരാൻ മറികടഞ്ഞിരിക്കുകയാണ്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 102 കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തതോടെയാണ് സിനിമ ആ നേട്ടത്തിലേക്ക് എത്തപ്പെട്ടത്. ഇപ്പോഴത്തെ 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 170 കോടി വേൾഡ് വൈഡ് ഗ്രോസ് സിനിമ പിന്നിട്ട് കഴിയുമ്പോൾ ടോപ്പ് 10 ലിസ്റ്റിലുള്ള പല സിനിമകളുടെ ഫൈനൽ കളക്ഷനാണ് എമ്പുരാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറികടന്നിരിക്കുന്നത്. ഇനി മറികടക്കാനായിട്ട് ഒരുങ്ങുന്നത് ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമ അത് മഞ്ഞുമൽ ബോയ്സ് ആണല്ലോ. 2ാം സ്ഥാനത്ത് 2018, 3ാം സ്ഥാനത്ത് ആടുജീവിതം, 4ാം സ്ഥാനത്ത് ആവേശം, 5ാം സ്ഥാനത്ത് പുലിമുരുകൻ, 6ാം സ്ഥാനത്ത് പ്രേമലു, 7ാം സ്ഥാനത്ത് ലൂസിഫർ, 8ാം സ്ഥാനത്ത് അജയന്റെ 2ാം മോഷണം, 9ാം സ്ഥാനത്ത് മാർക്കോ എന്നിങ്ങനെയാണ് ടോപ്പ് 10 പട്ടിക പോയിരിക്കുന്നത്. ഈ ലിസ്റ്റിലേക്കാണ് ഇപ്പോഴത്തെ എമ്പുരാൻ ഇടം നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആ പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് എമ്പുരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. 100-110 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തപ്പോൾ തന്നെ മാർക്കോയും അതോടൊപ്പം തന്നെ അജയന്റെ 2ാം മോഷണത്തെയും മറികടന്ന സിനിമ 150 കോടി വേൾഡ് വൈഡ് ഗ്രോസ് 3.5 ദിവസങ്ങൾ കൊണ്ട് പിന്നിട്ടപ്പോൾ തന്നെ ലാലേട്ടന്റെ കരിയർ ബെസ്റ്റ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറി. പുലിമുരുകന്റെയും ലൂസിഫറിന്റെയും ഫൈനൽ കളക്ഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. ശേഷം ആടുജീവിതം, ആവേശം എന്നീ സിനിമകളെല്ലാം തന്നെ മറികടന്ന എമ്പുരാൻ ഇനി മറികടക്കാനായിട്ടുള്ളത് 2018 മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളെയാണ്. ഇതിൽ 2018 ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസായ 175 കോടി കളക്ഷൻ ഇന്നത്തെ പ്രീസെൽ കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ എമ്പുരാൻ മറികടന്നിരിക്കുന്നു എന്നാണ് അവസാനമായിട്ട് പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനി എമ്പുരാനെ മറികടക്കേണ്ടത് 241 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനാണ്. ആ കളക്ഷൻ എമ്പുരാൻ മറികടക്കുമോ എന്നൊരു ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. മറികടക്കുമെന്നാണ് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത്. 200 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് ഇന്നതല്ലെങ്കിൽ നാളെയോടെ എത്തപ്പെടാനായിട്ടൊരുങ്ങുന്ന എമ്പുരാന്റെ അടുത്ത ആവേശകരമായ റെക്കോർഡ് അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കും.